മെയ് 4-ന് എറണാകുളത്ത് വെച്ചിട്ട് 4 പ്രമുഖ പ്രധാനപ്പെട്ട സുന്നി സംഘടനകൾ നടത്തുന്ന പരിപാടി. അത് വലിയ വിജയമാക്കി തീർക്കുവാനുള്ള ആവേശത്തിലാണ് എല്ലാവരും. കാരണം എല്ലാവരും കൂടിയിട്ട് ഒരുമിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നടന്ന SKSSFന്റെ തൃശ്ശൂർ ജില്ല സമസ്തയുടെ തൃശ്ശൂർ ജില്ല റാലി, രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. നമ്മൾ ആദ്യം നമുക്ക് തൃശ്ശൂർ നടന്ന ഇന്നലത്തെ റാലി വൻ വിജയമായി. വൻ വിജയം എന്ന് പറഞ്ഞാൽ വൻ വിജയം. അത് സംഘാടകരുടെ ആ കോർഡിനേഷൻ ഉണ്ടല്ലോ, പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അവരുടെ ആ കോർഡിനേഷൻ അതിലെന്ത് ചെയ്തു, വളരെ വ്യക്തമായി. അച്ചടക്കം. തൃശ്ശൂരിലുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞത് ഗതാഗതത്തിന് യാതൊരു തടസ്സമില്ല, വളരെ മാന്യമായ രീതിയിൽ പരിപാടി നടത്തി. അപ്പോൾ അതിൽ എനിക്ക് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സമസ്ത തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അവരുടെ ആ ഒരു സമസ്തയോടുള്ള ഒരു കൂറും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവരത് ശക്തമായി വിജയിപ്പിച്ചു. ഇന്നലെ ജോൺ ബ്രിട്ടാസ് MP പ്രസംഗം വളരെ വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഫൈസൽ ബാബു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം അതൊരു വലിയ നോളജ്. ഞാൻ ഇതൊക്കെ വീക്ഷിച്ച ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഷുഹൈബുൽ ഹൈത്തമി, ഇതിൻ്റെ ഒരു ഇസ്ലാമിക വശം കൂടി ആമുഖ പ്രഭാഷണം നടത്തിയ ഷുഹൈബുൽ ഹൈത്തമിയാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു. അപ്പോൾ ഇന്നലെ നടന്ന പരിപാടി ഒരു എന്താ പറയുക, നേതാക്കന്മാർക്ക് ഇങ്ങനെ സംസാരിച്ച് കൂട്ടാനോ ഷോ കാണിക്കാനോ ഉള്ള പരിപാടി ആയിരുന്നില്ല. അതേസമയം കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ള, അതായത് കേരളത്തിൽ വന്ന പരിപാടികളിൽ ഒരു മികച്ച പരിപാടികളിൽ ഒന്നായിട്ടാണ് നമുക്കിതിനെ. അല്ല, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് എന്താണ്, ഈ കോടതി വിധി നമുക്ക് സന്തോഷിക്കാനുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ നടന്ന പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ വിധി വന്നത്, ഇത് ഇടക്കാല വിധിയാണ്. ഈ ഇടക്കാല വിധി വന്നത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ആഘോഷിക്കപ്പെടാനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനോ ഒന്നുമില്ല. ഇതിന്റെ ഇനിയിപ്പോ മെയ് 4-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് 4 സുന്നി സംഘടനകൾ, പ്രമുഖ സുന്നി സംഘടനകളെല്ലാം കൂടി, അത് ഈ പറഞ്ഞ സമസ്തയാണ് അതിന്റെ ഒന്നാമത്, രണ്ടാമത് ഈ കാന്തപുരം വിഭാഗ സമസ്ത ഉണ്ട്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള സംഘടന, അങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ ഒത്തുചേർന്നിട്ട് ഒരു വലിയ സമ്മേളനം വെക്കുകയാണ്. അപ്പോൾ അതിൽ 2 രീതിയിലാണ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തൽ വന്നിട്ടുള്ളത്. ഒന്ന്, വഖഫ് വിഷയത്തിൽ സുന്നി സംഘടനകൾ മാത്രമാണോ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൽ മുസ്ലിങ്ങളുടെ ഒരു പരിപാടി വരണ്ടേ, എല്ലാവരും ഒരുമിച്ചിട്ട് പരിപാടി വരണ്ടേ. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കോഴിക്കോട് വെച്ചൊരു പരിപാടി നടത്തി. അതിലെല്ലാ സംഘടനക്കാരും വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ചാവക്കാട് മഹലിൽ, അതേപോലെ തന്നെ ഒരുപാട് മഹലുകളില് കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ ചാവക്കാട് മഹലില് ജമാഅത്തും മുജാഹിദും സുന്നികളൊക്കെ ഒരുമിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയത്. അല്ല, ഞാൻ പറഞ്ഞെന്താ പറയുക, ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിന്റെ കോഴിക്കോട് വെച്ചിട്ട് ഒരു പരിപാടി നടന്നു. പക്ഷെ അതിൽ ഇൻഡോർ പ്രോഗ്രാം ആയിരുന്നു. ഇൻഡോർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം സംഘടനക്കാരും വന്ന് സാദിഖലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ അതൊരു സമസ്തയുടെ ഓരോ സംഘടനകളുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സെമിനാർ പോലെയായിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷേ കൊച്ചിയിൽ നടക്കാൻ പോണത് കുറഞ്ഞതൊരു 3 ലക്ഷത്തോളം പേരെങ്കിലും പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയായിട്ട് മാറുമെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖലീൽ ബുഖാരി തങ്ങൾ വരുന്നുണ്ട്. പിന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ വലിയ സംഘടനയാണ്. അതിൻ്റെ ഈ തെക്കൻ കേരളത്തിൽ ഭയങ്കര നല്ല സ്വാധീനമുള്ള സംഘടന, അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ സുന്നി സംഘടനകളൊക്കെ ഒരു ഒത്തൊരുമിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി കുറേ കാലഘട്ടത്തിന് ശേഷം ഇവരൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ഐക്യബോധത്തോടു കൂടി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവായ വശങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നല്ലതെന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ അതിൽ നെഗറ്റീവ് കണ്ടെത്തുന്നവരുണ്ടാവാം. അതിൽ കുറവുകൾ കണ്ടെത്തിയിട്ട് അത് ഞങ്ങൾക്ക് ഭീഷണിയാണോ, അവർ സുന്നി സംഘടനകൾ ഒരുമിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന എന്തെങ്കിലും കുറവുകൾ നമുക്ക് വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അത്തരം ചിന്തകൾക്ക് പ്രസക്തി ഇല്ലാന്നാണ്, ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല. ഇവിടെ തൃശ്ശൂർ സമ്മേളനം വിജയിപ്പിച്ച പോലെ തന്നെ ആളുകൾ കൊച്ചിയിലേക്ക് ഒഴുകുമെന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാം. അപ്പോൾ അത്തരം പരിപാടികൾ വരട്ടെ, ഇവരൊക്കെ ഒരുമിക്കട്ടെ, ഒന്നിച്ചിരിക്കട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.